സുരേഷ് സർ, ഒടുവിൽ നമ്മൾ ഭയന്നത് തന്നെ സംഭവിച്ചു. ഇതാ ജൻസി പ്രക്ഷോഭം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ലഡാക്കിന് സ്വതന്ത്ര പദവി നൽകണം, സംസ്ഥാന പദവി നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ കാലങ്ങൾക്ക് മുന്നേ ഉയരുന്നതാണ്. പക്ഷേ ജൻസി പ്രക്ഷോഭത്തിന്റെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് അവിടെ വലിയൊരു കലാപത്തിന് ആഹ്വാനം നൽകുകയാണ്. നമുക്കറിയാം, സോനം വാങ്ചുക് അദ്ദേഹം നൽകുന്ന ചില ആഹ്വാനങ്ങൾ വളരെ വളരെ യുവതലമുറയുടെ രക്തത്തിൽ അല്ലെങ്കിൽ സിരകളിൽ തീ പിടിപ്പിക്കുന്ന ചില പ്രസ്താവനകളാണ്. മനഃപൂർവ്വം രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഫലമാണ്. ഞാൻ ഈ പറഞ്ഞത് പ്രകാരം ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധത്തെ വെറും ഒരു ജൻസി പ്രക്ഷോഭമായി കണക്കാക്കാൻ സാധിക്കുമോ? സുരേഷ് സാർ എങ്ങനെ വിലയിരുത്തും? ഇതൊരു ജൻസി പ്രക്ഷോഭമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇതിന്റെ മെയിൻ ആള് സോനം വാങ്ചുക് എന്നൊരു ചൈനീസ് ഏജന്റ് ആണ്. ഇയാൾക്ക് ഒരു 4 കൊല്ലം മുമ്പ് വരെ ചൈനയിൽ നിന്ന് ത്രൂ വേരിയസ് കൺട്രീസ്, ദുബായ് ത്രൂ അല്ലെങ്കിൽ സൗദി അറേബ്യ ത്രൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ കുറേ രാജ്യങ്ങളുടെ ത്രൂ കുറേ ആൾക്കാർ കാശ് അയക്കണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിർത്തി. FCRI പ്രകാരം ആയിരുന്നില്ല, അത് കംപ്ലീറ്റ് നിർത്തി. അങ്ങനെയായിരുന്നു ഇയാളൊരു 5 സ്റ്റാർ ലൈഫ് ലീഡ് ചെയ്തിരുന്നത്. ഈ 3 ഇഡിയറ്റ് സിനിമയിൽ കാണിക്കുന്ന മാതിരി ഒന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. അതൊരു കഥയായിരുന്നു. ഒരു സയന്റിസ്റ്റും അല്ല, ഒന്നുമല്ല. ഇയാളൊരു എന്താ പറയുക, ഒരു ആക്ടിവിസ്റ്റാണ്, അത്രയേ ഉള്ളൂ. 3 ഇഡിയറ്റ്സ് ആമിർ ഖാൻ കാണിച്ച പാർട്ടി അല്ല ഇയാൾ. ഈ സോണം വാങ്ചുക് അല്ലാതെ അത് നുണക്കഥയായിരുന്നു. ഈ സോണം വാങ്ചുക്, ഞാൻ തന്നെ ലഡാക്കിൽ 2024 പോയിരുന്നു, ഇലക്ഷൻ തൊട്ട് മുമ്പ്. അന്നും ഈ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അവിടെ. ബേസിക്കലി ഇവർക്ക് എന്താ വേണ്ടത്? സ്റ്റേറ്റ്ഹുഡ് വേണം. സ്റ്റേറ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അസംബ്ലി വേണം, അവർക്ക് അവിടുത്തെ MLA വേണം, എന്താ ആൾക്കാരെ കൂട്ടാൻ പറ്റും. എന്നാൽ ഇപ്പോൾ അവർക്ക് ലഡാക്ക് കൗൺസിലാണ്. ഈ ലഡാക്ക് എന്ന് പറയുന്നത് 2 പാർട്ടാണ്. ഒന്ന് ലേഹ്, ഒന്ന് കാർഗിൽ. ലേഹിലുള്ളത് ബുദ്ധിസ്റ്റും കാർഗിലുള്ളത് ഷിയ മുസ്ലിംസും. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ, അത് 2024 ലോക്സഭാ ഇലക്ഷനിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഇതിന്റെ ഹുരിയത് കോൺഫറൻസ്, ഇവർക്കറിയാലോ, പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ ഒരു ബാക്കിംഗ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഷിയ മുസ്ലിംസ് അവിടുത്തെ. അവർക്ക് പാകിസ്ഥാനായിട്ട് ഡയറക്റ്റ് സംബന്ധമില്ല, അവർക്ക് ഇറാനായിട്ട് കുറച്ചും കൂടിയാണ് സംബന്ധം. ഇവർ 3 പേരും കൂടി BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിനെ നിർത്തി. ആ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ BJPക്ക് അവിടെ ലേ ഡെവലപ്മെന്റ് കൗൺസിലിൽ മെജോറിറ്റി ഉണ്ട്. ഈ പ്രക്ഷോഭം തുടങ്ങാൻ കാരണം ഈ സ്റ്റേറ്റ്ഹുഡിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആക്ച്വലി സ്റ്റേറ്റ്ഹുഡ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ ലഡാക്കിന് ഇല്ല. ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ആയിട്ടേ നിൽക്കൂ. കശ്മീരിനാണ്, പിന്നെ ജമ്മു കാശ്മീരാണ് സ്റ്റേറ്റ്ഹുഡ് പ്രോമിസ് ചെയ്തിരുന്നത്. അത് ഇനി ഒരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷന്റെ മേലെ ഇരിക്കും. ബിക്കോസ് ഒരിക്കൽ സ്റ്റേറ്റ്ഹുഡ് വന്നു കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രി ഇവരുടെ കയ്യിലേക്ക് പോകും. ഏത് ഗവൺമെന്റോടെ ഭരിക്കുന്ന അവരുടെ കയ്യിലേക്ക് പോകും. സെൻട്രൽ ഗവൺമെന്റ് ഈ കാലത്ത് വളരെ ക്ലിയർ ആണ്, ഇതൊരു ക്രൂഷ്യൽ ബോർഡർ സ്റ്റേറ്റ് ആണ്. അതാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ബോർഡർ സ്റ്റേറ്റിന് എപ്പോഴും ചിലപ്പോൾ ഈ ചൈനയുടെ കൂടെയുള്ള ബോർഡർ സ്റ്റേറ്റ് ആയാലും അവിടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിരിക്കണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു വാശിയുണ്ട് അവർക്ക്. കാരണം ഇതാണ്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കണം, അല്ലാണ്ട് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അതൊരു മെയിൻ റീസൺ ആണ് അത്. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇയാൾ കുറെ കാലമായിട്ട് തുടങ്ങിയ പരിപാടികൾ. അതല്ലാണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നു അവിടെ, ഒരു യൂണിവേഴ്സിറ്റിമാര് തുടങ്ങാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് എടുത്ത് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷെ അതിലും എന്ത് പറ്റിയെന്ന് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ചു. ഇയാള് ചൈനയിൽ നിന്നുള്ള കുറെ ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് ഈ പ്രോജക്റ്റിൽ അവരെ കൊണ്ടുവരാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തു, ഫണ്ടിങ് ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് ഇയാളുടെ ഒരു യൂണിവേഴ്സിറ്റി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതും കൊളായി. ആ ദേഷ്യമാണ് ഇയാൾ. ഇപ്പോഴല്ല, ആദ്യമായിട്ടല്ല ഈ നിരാഹാരം. ഇയാളൊരു ഇതുവരെ എനിക്ക് ഒരു 12 പ്രാവശ്യം നിരാഹാര സത്യാഗ്രഹത്തിൽ ഇരുന്നുണ്ട്. ഡൽഹിയിൽ ഇരുന്നിട്ടുണ്ട്, ലേയിൽ ഇരുന്നിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഇയാൾ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും അതുകൊണ്ട് വിഡ്രോ ചെയ്യും, ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞു. ഈ കലാപം നടക്കാൻ കാരണം ഈ BJPക്ക് ലേഹിൽ ഒരു പിടിയുണ്ട്, അവർക്ക് നല്ലൊരു സപ്പോർട്ട് ബേസ് ഉണ്ട് അവർക്ക്. അപ്പൊ ആ കോൺഗ്രസിന് അത്ര അവിടെ ഇല്ല. ബിക്കോസ് ബുദ്ധിസ്റ്റിന്റെ നടുക്കിൽ കോൺഗ്രസിന് അത്ര സപ്പോർട്ട് ഇല്ല. മുസ്ലിംസിന്റെ ആണ് അവർക്കുള്ളത്, അവർ കാർഗിലിന്റെ സൈഡിലാണ് അവർക്കുള്ളത്. അപ്പോൾ BJP അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് ഇറക്കാനുള്ള പരിപാടിയാണ് ഇവരുടെ കുറെ കാലമായിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി ഹോം മിനിസ്ട്രിയും BJPയും തമ്മിലുള്ള കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്, കുറെ കാലമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് ചർച്ചകളെല്ലാം. ഈ ചർച്ചകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ചർച്ചകളുടെ ഒരു മെയിൻ റീസൺ ഹോം മിനിസ്ട്രി ഇവരുടെ കൂടെ ഉള്ള എന്താ പറയുക ടോക്സ് നടക്കുന്നത്. അത് എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള നമുക്കറിയാം. ഒന്നല്ലോ ഡൽഹിയിൽ നടക്കും, അല്ലെങ്കിൽ പിന്നെ ലേഹിൽ നടക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സമരം തുടങ്ങിയപ്പോൾ, ഇയാളുടെ ഈ പ്രാവശ്യത്തെ ഒരു നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ
ആ നിരാഹാര സത്യാഗ്രഹത്തിൽ കോൺഗ്രസ്സുകാർ വന്നിരുന്നു. അവിടെ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വിട്ടാ പറ്റില്ല, BJP ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് ഒരു കോള് കൊടുത്തു. അതാണ് ഉണ്ടായത്. ഓപ്പൺ ആയിട്ട് പറഞ്ഞു BJP അടിക്കണം, BJP അവിടുന്ന് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊടുത്തൊരു ആഹ്വാനമാണ്. ഇപ്പൊ ഈ 6 ഷെഡ്യൂളിൽ വരാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ആർട്ടിക്കിൾ 370 മാറ്റിയപ്പോഴാണ് 2019 യൂണിയൻ ടെറിട്ടറി ആയത്. ഈ 6 ഷെഡ്യൂൾ യൂഷ്വലി ട്രൈബൽ ഏരിയാസിലാണ് കൊടുക്കുക. അത് നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽ ഏരിയാസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അത് വേറെ എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ ഇതിനു വേണ്ടൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, അത് സമ്മതിച്ചില്ല. പക്ഷെ ഇവരുടെ മെയിൻ അവിടെ ആൾക്കാർക്ക് ജോലി വേണം, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഒരു കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാൻ. പക്ഷെ എന്നാലും അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇനിയും കുറെ ഇത് വേണം, അതിൽ മെയിൻലി സ്റ്റേറ്റ്ഹുഡ് വേണം. അതാണ് ബിക്കോസ് ഈ ലേ ആൻഡ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നൊരു അലയൻസ് ഉണ്ട്, ഒരു ഹൈ പവേർഡ് കമ്മിറ്റിയാണ്. ഈ ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് ഇവരുടെ കൂടെ മീറ്റിംഗ് നടത്തുന്നുണ്ട്, ഞാൻ പറഞ്ഞ മാതിരി. അതല്ലാണ്ട് ഈ ടോക്സ്, നെക്സ്റ്റ് റൗണ്ട് ടോക്സ് ഓൾറെഡി സെപ്റ്റംബർ 25-26 ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അത് പോസ്റ്റ്പോൺ ചെയ്ത് ഒക്ടോബറിലേക്ക് മാറ്റി. അതാണ് ഈ ആള് കിടന്ന് ചാടി തുടങ്ങിയത്. ഇപ്പൊ ഈ സോണം വാങ്ചുക് കിടത്താണ്. ഈ ABLയുടെ ഒരു കോ ചെയർമാൻ ഉണ്ട്, ഡോർജെ ലാക്രൂക്ക്. അദ്ദേഹമാണ് ഈ വാങ്ചുക്കിന്റെ പ്രൊട്ടസ്റ്റ് സൈറ്റിലിരുന്ന് ഞങ്ങളൊരു ഡെലിഗേഷൻ കൊണ്ട് ഡൽഹിക്ക് പോകണു എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗവൺമെന്റ് ഇപ്പോഴും റെഡി ആവുമ്പോൾ എന്തിനാണ് ഈ വയലൻസ് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചോദിക്കും. ഇന്നലെ രാത്രി ഒരു ഹോം മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് സോണം വാങ്ചുക്കിനെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ കലാപം നടത്തിയ ആള് സോണം വാങ്ചുക് ആണെന്നുണ്ട്. അപ്പൊ നല്ലൊരു സീരിയസ് ആയിട്ടുണ്ട് ഗവൺമെന്റ് ഇപ്പോൾ. എനിക്ക് തോന്നണേ ഇദ്ദേഹം ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശിൽ പോയി അവിടെ മുഹമ്മദ് യൂനിസിനെ കണ്ടിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ നടന്ന കലാപത്തിൽ കോൺഗ്രസിന്റെ ലേയിലെ കൗൺസിലർ കയ്യിലൊരു വലിയൊരു അയൺ പൈപ്പ് എടുത്ത് നടക്കുന്ന ഒരു സീൻ അതിലുണ്ട്. ഈ BJP ഓഫീസ് എന്ന് പറഞ്ഞ ഓഫീസിൽ ഞാൻ പോയിരുന്നു 2024. ചെറിയ ഓഫീസാണത്. അവിടുത്തെ ആൾക്കാരെ ഒന്ന് കണ്ട് എങ്ങനെയുണ്ട്, ഇലക്ഷന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയത്. അപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഇതിലാണ് അവിടെ പോയിരുന്നത്. പക്ഷെ ഇന്നലെ നടന്ന ഈ മാർട്ടേഴ്സ് ഗ്രൗണ്ട് എന്ന് പറയും ലേഹില്, അവിടെ നടന്നത് ഈ 2000 പേര് അവിടെ നിന്ന് ഇറങ്ങി. ഇതിലെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു, മിക്കവരും കോൺഗ്രസ്സുകാരായിരുന്നു. ഇവരെല്ലാം BJP ഓഫീസിൽ അങ്ങോട്ട് പോയി വേറൊരു ഗവൺമെന്റ് ഓഫീസ് കത്തിച്ചു. CRPFനെതിരെ കല്ലേറുണ്ടായി. അപ്പൊ CRPF ആദ്യം ടിയർ ഗ്യാസ് അടിച്ചു, പിന്നെ ലാത്തി ചാർജ്, പിന്നെ ഫയറിങ് ചെയ്തു. അതിൽ 20 സെക്യൂരിറ്റി ഫോഴ്സസിന് പരിക്ക് പറ്റി. അതല്ലാണ്ട് 4 പേര് കൊല്ലപ്പെട്ടു. ഈ പ്രൊട്ടസ്റ്റ് 2023 ജനുവരിയിൽ ഹോം മിനിസ്ട്രി അന്ന് സെറ്റപ്പ് ചെയ്തൊരു കമ്മിറ്റി ഉണ്ട്, ലേ എപെക്സ് ബോഡി. ഞാൻ പറഞ്ഞില്ലേ, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്. ഈ ഒരു സ്പെഷ്യൽ സേഫ് ഗാർഡ് വേണം ഞങ്ങൾക്ക് ഒരു ഡൊമസൈൽ പോളിസി വേണമെന്നായിരുന്നു. ഓക്കെ, അത്തരത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പിന്നീടുണ്ടായത് എന്താണ്? ആ രീതിയിൽ കമ്മിറ്റിക്ക് ഏതെങ്കിലും നിലയിൽ അവിടെ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. കമ്മിറ്റിക്ക് എന്താണ്, കമ്മിറ്റി ഇവരായിട്ട് ചർച്ച നടത്തുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൊരു പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു, ലോക്കൽസിന്, അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് വേണം ഉദ്യോഗം കൊടുക്കാൻ, പുറത്തുള്ള ആൾക്കാരും വരാൻ പാടില്ല. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചു. 85% വരെ നിങ്ങൾക്ക് ലോക്കൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാം. 15% ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വരുന്ന ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും. അവർക്ക് 15% മാറ്റിവെക്കാൻ സമ്മതിച്ചാണ്. പക്ഷെ ഈ വാങ്ചുക് റിപ്പീറ്റഡ്ലി ഇതിന് മെയിൻ കാരണം എന്താ പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. പറയുമ്പോൾ മുമ്പ് നിന്ന് ഗാന്ധിയുടെ കാര്യമൊക്കെ പറയും, പക്ഷെ പിന്നെ ഇത് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇന്നലെ ആഹ്വാനം ചെയ്ത കലാപമാണ് ഇന്നലെ നടന്നത്. പ്രസ് കോൺഫറൻസിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ കല്ലെടുത്തറിയണം, നിങ്ങൾ പൈപ്പ് എടുത്ത് അടിക്കണം. ഇതൊക്കെ ഇന്നലെ അവിടെ ഇരുന്ന കോൺഗ്രസ്സുകാരും സോണം വാങ്ചുക് അവിടെ കിടക്കുന്ന സമയത്ത് ആ പ്രൊട്ടസ്റ്റ് വെന്യൂവിൽ ഇരുന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നലെ നടന്നത്. അത് മാത്രമല്ല, സോണം വാങ്ചുക് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ പോകുമ്പോൾ, ഓഫീസൊക്കെ കത്തിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ മൂടി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോഗ്രാഫ് പറഞ്ഞ് നിങ്ങളെ പിടിക്കും. അതല്ലാണ്ട് ഹുഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോട്ട് മാതിരിയിട്ട് തലക്കോട്ട് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരും നിങ്ങൾ തിരിച്ചറിയില്ല. ഇതാണ്. അപ്പൊ ഇതില് ഈ സ്റ്റാൻസിങ് ഷോസ്പൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ പത്മ സ്റ്റാൻസിൻ. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു. ഒക്കെ കോൺഗ്രസിന്റെ ആൾക്കാരാണ് എല്ലാവരും ഇതിൽ. നാച്ചുറലി ഇന്നലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഒരു പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷന് പോകുമ്പോൾ നിങ്ങളുടെ മാസ്ക് ഇടുന്നതും ഹുഡീസ് ഇടുന്നതും? ആൻഡ് നാച്ചുറലി ഇതിന്റെ കാരണം ഇതായിരുന്നു, ഈ വയലൻസ്, ഈ ഇന്നലെ നടന്ന കലാപം നടത്താൻ
കോൺഗ്രസ്സുകാർക്കാണ് എന്താ വേണ്ടത്. ബിക്കോസ് ഞാൻ പറഞ്ഞു അവിടുത്തെ ലോക്കൽ കൗൺസിലർ സ്റ്റാൻസിങ് സെപ്പാക് എന്ന് പറയും, അദ്ദേഹമാണ് ഈ കലാപത്തിന്റെ മെയിൻ ആള്. ഫോട്ടോയിലൊക്കെ ക്ലിയർ ആയിട്ട് ഇന്നലെ വന്നു. ഇദ്ദേഹം അവിടെ നടന്ന് പൈപ്പും കൊണ്ട് നടന്ന് വണ്ടികൾ കത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവർ വിചാരിച്ചു നേപ്പാൾ മാതിരിയോ ശ്രീലങ്ക മാതിരിയോ ബംഗ്ലാദേശ് മാതിരിയോ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല. പക്ഷെ ഇന്നലെ ഗവൺമെന്റ് ശരിക്ക് തിരിച്ചു കൊടുത്തു. പോലീസ് ഫയറിങ് ചെയ്തു. ഇന്ന് ഇതപ്പോൾ കർഫ്യൂ വെച്ചിട്ടുണ്ട് അവിടെ ലേഹില്. ഇതിനെ അടിച്ചമർത്തിയേ പറ്റൂ. ബിക്കോസ് ലേഹില് ചൈനയ്ക്ക് നല്ലൊരു എയിം ഉണ്ട്. ബിക്കോസ് പകുതി ലഡാക്ക് ചൈനയുടെ കയ്യിലാണല്ലോ, നെഹ്റു കൊടുത്ത ഗിഫ്റ്റാണല്ലോ ചൈനയ്ക്ക്. ഇപ്പൊ ഈ പകുതിയും ഇനിയൊരു പകുതിയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് സന്തോഷമാവും. അതാ അവർക്ക് വേണ്ടത്. അതിനവിടെയുള്ള ലോക്കൽ ആൾക്കാരെ അവർ കുത്തിപ്പൊക്കി എണീപ്പിച്ച് അവരെ കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നതാണുള്ള ഒരു മെയിൻ പരിപാടി. പക്ഷെ ഇന്നലെ ലഡാക്കിൽ നടന്ന ഈ കലാപത്തിന് ജെൻസി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതും ഇതുമായിട്ട് ഒരു കണക്ഷനും നേപ്പാളായിട്ടോ വേറെ ആയിട്ടോ. ഇതിൽ നടന്നത് പ്യുവർലി ഒരു ഗുണ്ടായിസമാണ്. ഒരു കലാപത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസ്സുകാരാണ് ചെയ്തത്. ഇവരുടെ നേരെ സിവിയർ ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഹോം മിനിസ്ട്രിയും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സോനം വാങ്ചുക്കിനെയും UAPAയിലോ വേറെ ഏതെങ്കിലും ആ സെക്ഷനിലെടുത്ത് ഇദ്ദേഹത്തെ ഒരു 3-4 കൊല്ലം അടച്ചിട്ട്, പഞ്ചാബിലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അയാളെ കൊണ്ട് അസാമിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതേമാതിരി ഇദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇയാൾ ഒരു ചൈനീസ് ഏജന്റ് ആണ്. കാശ് ഇഷ്ടം പോലെ വന്നിരുന്നു. 1000 കണക്കിന് കോടികളാണ് ഇയാളുടെ കയ്യിലുള്ളത്. അത് എവിടുന്ന് വന്നു എന്ന് അറിയണം, അത് ആര് കൊടുത്തു എന്നുള്ളത് അറിയണം. അത് ചെക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഈ നിരാഹാരവും പരിപാടികളും BJPയെ തെറിവലിക്കുക, വളരും മോദി ഇതാണ് മോദി അതാണെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ സോനം വാങ്ചുക്കാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ വില്ലൻ. ഇന്നലെ നടന്ന കലാപം ജെൻസി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ലഡാക്ക് അല്ലാണ്ട് വേറെ എവിടെയും ഒരു കലാപം ഉണ്ടായിട്ടില്ല. സംസ്കാറിലായാലും ബാക്കി ഏത് ഏരിയയിലും, ഈവൻ കാർഗിലിൽ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ നടന്നത് സ്പെസിഫിക്കലി ഈ BJP ഓഫീസിന് നേരെ ആക്രമണം നടത്താനായിരുന്നു. ഇപ്പൊ നാളെ ഇതേ കാര്യത്തില് കോൺഗ്രസിന്റെ ഓഫീസ് ഉത്തർപ്രദേശിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് BJP ഭരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ പോയി കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അന്ന് വീട് കണ്ട് കരയും, അയ്യോ ഞങ്ങളുടെ ഓഫീസ് കത്തിച്ചെന്നുണ്ട്. പക്ഷെ ഇന്നലെ ചെയ്തതിന്റെ ഓരോരോ പൈസ, എത്ര ഡാമേജ് നടന്നു, ആ പൈസ മൊത്തം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തിരിച്ചു പിടിക്കണം ഈ കലാപകാരികളുടെ. യെസ്, അതാണ്. എന്തായാലും സോനം വാങ്ചുക്കും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ലഡാക്കിൽ നടക്കുന്ന കലാപം മനഃപൂർവ്വം ഇന്ത്യയിലെ ഭരണത്തെ അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര വിഷയം ഉണ്ടാക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. സുരേഷ് സാർ പറഞ്ഞതുപോലെ നേപ്പാളിൽ സംഭവിച്ച ജെൻസി കലാപവുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. അത്തരം ചർച്ചകൾക്ക് കാര്യമില്ലെന്ന് വ്യക്തമാണ്. താങ്ക് യു സുരേഷ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.